ഇപ്പൊ ചിലരെല്ലാം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ താമസിക്കാത്തത്? എന്തുകൊണ്ടാണ് കണ്ടോൺമെന്റ് ഹൗസ് ഒഴിയാത്തത്? ക്ലിഫ് ഹൗസ് ഇപ്പോ അറ്റകുറ്റപ്പണി നടക്കുകയാണ്. അത്രേ മലയാള മനോരമ ചാർത്തിക്കൊടുത്ത പുതിയ പേരാണ് അറ്റകുറ്റപ്പണി. ഇതുവരെ മോടി പിടിപ്പിക്കൽ എന്നായി. അപ്പൊ ഒരു വിധം മോടി പിടിപ്പിക്കലും വേണ്ട എന്ന് നിയുക്ത മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ ശ്രീ വി ഡി സതീശൻ പറഞ്ഞു പോലും. അതോടുകൂടി മോടി പിടിപ്പിക്കൽ അവസാനിപ്പിച്ചു. ഇനി അറ്റകുറ്റപ്പണിയാണ്. അസാമാന്യമായ തൊലിക്കെട്ട് വേണം ഇങ്ങനെയെല്ലാം വാദിക്കാൻ. പക്ഷെ ചിലർക്ക് അത് ജന്മസിദ്ധമായി കിട്ടിയത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാനിടയില്ല. ഒരു മോടി പിടിപ്പിക്കലും വേണ്ടെന്ന് പരസ്യമായി പ്രതികരിച്ചിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നെ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റാത്തത്? ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ മാറ്റിയാൽ കണ്ടോൺമെന്റ് ഹൗസ് ഒഴിയേണ്ടി വരും. അങ്ങനെ ഒഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും കണ്ടോൺമെന്റ് ഹൗസ് അനുവദിക്കും. ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള പരിശോധന രാമാനം നടത്താൻ കണ്ടോൺമെന്റ് ഹൗസ് പോലെ ക്ലിഫ് ഹൗസ് പോലെ പരിരക്ഷയുള്ള ഇടങ്ങളിൽ ചില പ്രയാസങ്ങൾ നേരിടാനിടയുണ്ട്. അതുകൊണ്ട് കണ്ടോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാതെ കുറച്ചു നാളുകൂടെ വാടകയ്ക്ക് തന്നെ താമസിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അന്വേഷണ ഏജൻസികൾ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിനുള്ള നാടകം കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന വിമർശനം, എന്ന ആരോപണം സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ പരിശോധന നടക്കുന്നത്. ഏതെങ്കിലും ഒരു പരിശോധനയാണോ കേസിന്റെ മുന്നിൽ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ, നേരത്തെ പേര് പരാമർശിച്ച കോൺഗ്രസിന്റെ നേതാക്കളെ പോലെ പേടിച്ചു പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ.